ഇന്നു മുതൽ ചിലർക്ക് അറിയേണ്ടത് ഡിവൈഎഫ്ഐ മുണ്ടക്കൈ ചുരുൾമല ദുരന്തബാധിതർക്കായി പിരിച്ചെടുത്ത തുക അടച്ചിട്ടില്ല എന്നുള്ള ആക്ഷേപവുമായി ചിലർ ഇറങ്ങിയിട്ടുണ്ട്. ആ ആളുകൾ UDF-ന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ചില പ്രവർത്തകരാണ്. അവർ പടച്ചു വിടുന്നത് ഡിവൈഎഫ്ഐ പിരിച്ച തുക അത് ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് കൊടുത്തത്, അവരുമായി ഒരു എഗ്രിമെന്റ് ഉണ്ട് എന്ന രീതിയിൽ ഈ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതിന്റെ യഥാർത്ഥ സംഭവം അറിയണ്ടേ? മുണ്ടക്കൈ ചുരുൾമല ദുരന്തബാധിത പ്രദേശത്ത് ഏറ്റവും സജീവമായി ഇടപെട്ട സംഘടനയാണ് കേരളത്തിലെ ഡിവൈഎഫ്ഐ. ഏത് യുവജന സംഘടനയ്ക്കും ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കും മാതൃകയാക്കാൻ കഴിയാവുന്ന രീതിയിലാണ് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനങ്ങൾ അവിടെ സംഘടിപ്പിച്ചത്. ചാനലുകൾക്ക് മുന്നിൽ വന്നു നിന്ന് തങ്ങൾ കാണിക്കുന്നത് ജനം കാണണമെന്നുള്ള ആഗ്രഹത്തിന്റെ ഭാഗമായി അല്ല അന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തിച്ചത്. ആരും എത്തിപ്പെടാത്ത എല്ലാവർക്കും ദുർഘടമായ പ്രദേശങ്ങളിൽ ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡുമാർ ആ ചൂരൽമലയും മുണ്ടക്കൈ പ്രദേശങ്ങളിലും കയറി ഇറങ്ങി ആളുകളെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയത് നമ്മൾ കണ്ടതാണ്. ആരെയും ബോധിപ്പിക്കുന്നതിന് വേണ്ടി ചാനലുകളുടെ മുന്നിൽ വന്നല്ല അന്ന് ഡിവൈഎഫ്ഐ ചെയ്തത്. മറ്റു ചില സംഘടനകളുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞാൻ അത് ഇകഴ്ത്തി കാണാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ചില ആളുകൾ ഇന്ന് കേരളം ചർച്ച ചെയ്യപ്പെടുന്നത് എന്താണ്? മുണ്ടക്കൈ ചൂരൽമല ദുരന്തമനുഭവിച്ചവർക്ക് വേണ്ടി പിരിച്ചെടുത്ത തുക അടിച്ചു മാറ്റിയതല്ലേ കോൺഗ്രസ്? അടിച്ചു മാറ്റി മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിച്ചവരല്ലേ യൂത്ത് കോൺഗ്രസ്? ഇതാണ് നാട്ടിൽ ഇന്ന് ചർച്ച. ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് ചില ആളുകൾ കള്ളപ്രചാരണവുമായി ഡിവൈഎഫ്ഐയുടെ തുക എവിടെയെന്ന് ചോദിച്ചുകൊണ്ടുവരുന്നത്. നിങ്ങളൊന്നറിയണം, ഈ നാട്ടിലെ കേരളത്തിലെ എല്ലാ ഡിവൈഎഫ്ഐ പ്രവർത്തകരും അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പ്രവർത്തകരും വീട് വീടാന്തരം കയറി ആക്രി പിറക്കി പത്രക്കെട്ടുകൾ വാങ്ങിച്ചെടുത്ത് അതോടൊപ്പം തന്നെ ഈ നാട്ടിൽ ബിരിയാണി കട നടത്തി, പായസക്കട നടത്തി, ഈ നാട്ടിൽ ഏത് രീതിയിലും കൂലിവേല പണിയെടുത്തിട്ട് അതിന്റെ ഒരു വിഹിതം കൊടുത്ത് അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിലൂടെ പൂജാരിമാർ പോലും, അമ്പലത്തിലെ പൂജാരിമാർ പോലും അവരുടെ ഒരു ദിവസത്തെ വേതനങ്ങളും അല്ലെങ്കിൽ ഒരു മാസത്തെ വേതനങ്ങളും ഒക്കെ ഡിവൈഎഫ്ഐക്ക് സംഭാവന ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ തങ്ങൾ വളർത്തിയ വളർത്തുമൃഗങ്ങളെ ലേലത്തിൽ വെച്ച് കൊടുത്ത് തുക കൊടുത്ത് ആ തുക ഡിവൈഎഫ്ഐക്ക് കൊടുക്കുന്ന സ്ഥിതിയും ഒക്കെയാണ്. അങ്ങനെയാണ് ഡിവൈഎഫ്ഐ 20 കോടി 47 ലക്ഷം രൂപ സമാഹരിച്ചത്. ഏത് സംഘടനയ്ക്ക് കഴിയും? അന്ന് ഡിവൈഎഫ്ഐ 25 വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി പ്രഖ്യാപനം എടുക്കുമ്പോൾ അതിൽ അപ്പുറത്ത് ഞങ്ങൾ പ്രഖ്യാപിക്കും, ഞങ്ങൾ അത് ചെയ്യുന്നവരാണ് എന്ന് കാണിക്കാൻ ഈ നാട്ടിലെ കോൺഗ്രസ്സുകാരനും യൂത്ത് കോൺഗ്രസ്സുകാരനും 30 വീട് പ്രഖ്യാപിച്ചില്ലേ? എന്നിട്ട് എവിടെയാ വീട്? എന്നിട്ട് അങ്ങനെ ഒരു വീടിന്റെ പൈസ പോലും കണക്കില്ലാത്ത ആളുകളാണ് ഡിവൈഎഫ്ഐ ആക്ഷേപിക്കുന്നതിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത്. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, അല്ലെങ്കിൽ എനിക്കൊന്നേ പറയാനുള്ളൂ. ഞാൻ പറയുകയാണ്, ഡിവൈഎഫ്ഐ പിരിച്ചത് 20 കോടി 47 ലക്ഷം രൂപ സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. അതിന് കൃത്യമായ രേഖകൾ പരിശോധിക്കാം. നിങ്ങൾക്ക് വിവരാവകാശം കൊടുത്താൽ കിട്ടാവുന്നതാണ്. അങ്ങനെ കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ വെച്ച് ഡിവൈഎഫ്ഐ 20 കോടി 40 ലക്ഷം രൂപ സർക്കാരിന് ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. ഡിവൈഎഫ്ഐ വെറും 25 വീട് നിർമ്മാണമാണ് ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായി വന്നത്. സർക്കാർ ഉൾപ്പെടെ തീരുമാനിച്ചത് 20 ലക്ഷം രൂപ വെച്ച് വരുമ്പോൾ 100 വീടിൽ പരം വരുന്ന വീട് നിർമ്മിക്കാൻ പറ്റുന്ന തുകയാണ് ഡിവൈഎഫ്ഐ സമാഹരിച്ച് കൈമാറിയിട്ടുള്ളത്. ഈ മാതൃകാപരമായ ദുരന്തബാധിതർക്കായി പിരിച്ചെടുത്ത തുക അടച്ചിട്ടില്ല എന്നുള്ള ആക്ഷേപവുമായി ചിലർ ഇറങ്ങിയിട്ടുണ്ട്. ആ ആളുകൾ UDF-ന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ചില പ്രവർത്തകരാണ്. അവർ പടച്ചു വിടുന്നത് ഡിവൈഎഫ്ഐ പിരിച്ച തുക അത് ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് കൊടുത്തത്, അവരുമായി ഒരു എഗ്രിമെന്റ് ഉണ്ട് എന്ന രീതിയിൽ ഈ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതിന്റെ യഥാർത്ഥ സംഭവം അറിയണ്ടേ? മുണ്ടക്കൈ ചുരുൾമല ദുരന്തബാധിത പ്രദേശത്ത് ഏറ്റവും സജീവമായി ഇടപെട്ട സംഘടനയാണ് കേരളത്തിലെ ഡിവൈഎഫ്ഐ. ഏത് യുവജന സംഘടനയ്ക്കും ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കും മാതൃകയാക്കാൻ കഴിയാവുന്ന രീതിയിലാണ് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനങ്ങൾ അവിടെ സംഘടിപ്പിച്ചത്. ചാനലുകൾക്ക് മുന്നിൽ വന്നു നിന്ന് തങ്ങൾ കാണിക്കുന്നത് ജനം കാണണമെന്നുള്ള ആഗ്രഹത്തിന്റെ ഭാഗമായി അല്ല അന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തിച്ചത്. ആരും എത്തിപ്പെടാത്ത എല്ലാവർക്കും ദുർഘടമായ പ്രദേശങ്ങളിൽ ഡിവൈഎഫ്ഐയുടെ
യൂത്ത് ബ്രിഗേഡുമാർ ആ ചൂരൽമലയും മുണ്ടക്കൈ പ്രദേശങ്ങളിലും കയറി ഇറങ്ങി ആളുകളെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയത് നമ്മൾ കണ്ടതാണ്. ആരെയും ബോധിപ്പിക്കുന്നതിന് വേണ്ടി ചാനലുകളുടെ മുന്നിൽ വന്നല്ല അന്ന് DYFI ചെയ്തത്. മറ്റു ചില സംഘടനകളുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞാൻ അതിന് ഇകഴ്ത്തി കാണാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ചില ആളുകൾ ഇന്ന് കേരളം ചർച്ച ചെയ്യപ്പെടുന്നത് എന്താണ്? മുണ്ടക്കൈ ചൂരൽമല ദുരന്തമനുഭവിച്ചവർക്ക് വേണ്ടി പിരിച്ചെടുത്ത തുക അടിച്ചു മാറ്റിയതല്ലേ കോൺഗ്രസ്? അടിച്ചു മാറ്റി മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിച്ചവരല്ലേ യൂത്ത് കോൺഗ്രസ്? ഇതാണ് നാട്ടിൽ ഇന്ന് ചർച്ച. ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് ചില ആളുകൾ കള്ളപ്രചാരണവുമായി DYFIയുടെ തുക എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് വരുന്നത്. നിങ്ങളൊന്നറിയണം, ഈ നാട്ടിലെ കേരളത്തിലെ എല്ലാ DYFI പ്രവർത്തകരും അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പ്രവർത്തകരും വീട് വീടാന്തരം കയറി ആക്രി പിറക്കി പത്രക്കെട്ടുകൾ വാങ്ങിച്ചെടുത്ത് അതോടൊപ്പം തന്നെ ഈ നാട്ടിൽ ബിരിയാണി കട നടത്തി, പായസക്കട നടത്തി, ഈ നാട്ടിൽ ഏത് രീതിയിലും കൂലിവേല പണിയെടുത്തിട്ട് അതിന്റെ ഒരു വിഹിതം കൊടുത്ത് അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിലൂടെ പൂജാരിമാർ പോലും, അമ്പലത്തിലെ പൂജാരിമാർ പോലും അവരുടെ ഒരു ദിവസത്തെ വേതനങ്ങളും അല്ലെങ്കിൽ ഒരു മാസത്തെ വേതനങ്ങളും ഒക്കെ DYFIക്ക് സംഭാവന ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ തങ്ങൾ വളർത്തിയ വളർത്തുമൃഗങ്ങളെ ലേലത്തിൽ വെച്ച് തുക കൊടുത്ത് ആ തുക DYFIക്ക് കൊടുക്കുന്ന സ്ഥിതിയും ഒക്കെയാണ്. അങ്ങനെയാണ് DYFI 20 കോടി 47 ലക്ഷം രൂപ സമാഹരിച്ചത്. ഏത് സംഘടനയ്ക്ക് കഴിയും? അന്ന് DYFI 25 വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി പ്രഖ്യാപനം എടുക്കുമ്പോൾ അതിൽ അപ്പുറത്ത് ഞങ്ങൾ പ്രഖ്യാപിക്കും, ഞങ്ങൾ അത് ചെയ്യുന്നവരാണ് എന്ന് കാണിക്കാൻ ഈ നാട്ടിലെ കോൺഗ്രസ്സുകാരനും യൂത്ത് കോൺഗ്രസ്സുകാരനും 30 വീട് പ്രഖ്യാപിച്ചില്ലേ? എന്നിട്ട് എവിടെയാ വീട്? എന്നിട്ട് അങ്ങനെ ഒരു വീടിന്റെ പൈസ പോലും കണക്കില്ലാത്ത ആളുകളാണ് DYFI ആക്ഷേപിക്കുന്നതിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത്. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, അല്ലെങ്കിൽ എനിക്കൊന്നേ പറയാനുള്ളൂ. ഞാൻ പറയുകയാണ്, DYFI പിരിച്ചത് 20 കോടി 47 ലക്ഷം രൂപ 2025 മാർച്ച് മാസം 24-ാം തീയതി സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. അതിന് കൃത്യമായ രേഖകൾ പരിശോധിക്കാം. നിങ്ങൾ വിവരാവകാശം കൊടുത്താൽ കിട്ടാവുന്നതാണ്. അങ്ങനെ കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ വെച്ച് ഞാനും ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ഡേറ്റ് വെച്ചാണ് 2025 മാർച്ച് 24-നാണ് DYFI 20 കോടി 40 ലക്ഷം രൂപ സർക്കാരിന് ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. DYFI വെറും 25 വീട് നിർമ്മാണമാണ് ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായി വന്നത്. സർക്കാർ ഉൾപ്പെടെ തീരുമാനിച്ചത് 20 ലക്ഷം രൂപ വെച്ച് വരുമ്പോൾ 100 വീടിൽ പരം വരുന്ന വീട് നിർമ്മിക്കാൻ പറ്റുന്ന തുകയാണ് DYFI സമാഹരിച്ച് കൈമാറിയിട്ടുള്ളത്. ഈ മാതൃകാപരമായ അവരുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ഈ കേരളത്തിൽ ചതിയന്മാരും അതുപോലെ തന്നെ അടിച്ചു മാറ്റുന്നവരുമായി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും മാറി എന്നുള്ള വലിയ ചർച്ചയിലേക്ക് എത്തിച്ചത് നിങ്ങൾ തന്നെയാണ് എന്ന് ഈ നാട്ടിലെ കോൺഗ്രസ്സുകാരനും യൂത്ത് കോൺഗ്രസ്സുകാരനും അറിയണം, തിരിച്ചറിയണം. ഞങ്ങൾക്കൊന്നേ ഉള്ളൂ, DYFI പിരിച്ചാൽ അത് പിരിച്ച എന്ത് ആവശ്യത്തിനാണോ അതിന് കൊടുക്കുന്ന ആർജവമുള്ളവരാണ് DYFIക്കാർ എന്ന് നിങ്ങൾ അറിയണം. ആ സഖാക്കന്മാർ അടിച്ചു മാറ്റാൻ നിന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ തിരിച്ചറിയേണ്ടത്, നിങ്ങൾ പുട്ടടിച്ച തുക, ഈ ദുരന്തബാധിതർക്ക് വേണ്ടി പുട്ടടിച്ച തുക, ഈ നാട്ടിലെ കോൺഗ്രസ്സുകാർ പിരിച്ച തുക, ഈ നാട്ടിലെ യൂത്ത് കോൺഗ്രസ്സുകാരൻ പിരിച്ച തുക ഈ നാട്ടിൽ പ്രഖ്യാപിക്കും. നിങ്ങൾ എത്ര രൂപ പിരിച്ചെടുത്തോ, നിങ്ങൾ ആ തുക എത്ര രൂപ വെച്ചാണ് നിങ്ങൾ വീട് നിർമ്മാണത്തിന് പോകുന്നത്? എന്റെ മുൻ വീഡിയോകളിലെല്ലാം ഞാൻ ഇത് ആവശ്യപ്പെട്ടതാണ്. ഇപ്പോഴും പറയാം, DYFI വെല്ലുവിളിക്കാൻ നിങ്ങൾ ഇറങ്ങേണ്ടതില്ല, DYFI മോശപ്പെട്ട നിങ്ങൾ ഇറങ്ങേണ്ടതില്ല. അത് കരുത്തുറ്റ സംഘടനയാണ്, അതിന് കരുത്തുറ്റ നേതൃത്വമുണ്ട്. പിരിച്ചെടുത്തു കൊടുക്കാൻ ആർജവമുള്ള സംഘടനയാണ് DYFI.